ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ നോൻപിലെ 5-ാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. കുരിശിൻ്റെ നീണ്ട നിഴലുള്ള സഹനങ്ങളുടെ വഴിത്താരയിലാണ് നാം ഈ നോൻപ് കാലത്ത് ആയിരിക്കുക. വചനത്തിൽ ഈശോ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: നിങ്ങൾ എന്തിനാണ് എന്നെ കല്ലെറിയുന്നത്? യഹൂദർ ക്രിസ്തുവിന് നേരെ കല്ലെടുത്ത് പിടിക്കുമ്പോഴാണ് ഈശോ ഇത് ചോദിക്കുക. ആ ചോദ്യത്തിൽ ദുഃഖമുണ്ട്, വേദനയുണ്ട്, സഹതാപവും ഉണ്ട്. ഈശോ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ നന്മ പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചത്. ഇതിലേത് നന്മ കണ്ടിട്ടാണ് നിങ്ങളെന്നെ കല്ലെറിയുന്നത്? സ്നേഹമുള്ളവരെ, നന്മകളെ കല്ലെറിയുന്നവരുടെ ഒരുപാട് സാക്ഷ്യപ്പെടുത്തലുകൾ നമുക്ക് ചുറ്റുമിങ്ങനെ പെറ്റുപെരുകുന്നുണ്ട് എന്നത് മറന്നു പോകരുത്. നന്മകളെ നന്മകളായി കാണാതെ നന്മകളെ തിന്മകളായി കാണുന്നവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്ടകാലം നമ്മുടെ മുൻപിലുണ്ട്. നന്മകളെ നന്മകളായി കാണാൻ കഴിയാത്തതിന് കാരണം അവ കേൾക്കുന്നവരുടെ കാതും അവ സ്വീകരിക്കുന്നവരുടെ മനസ്സും ദുഷ്ടതയേറിപ്പോയത് കൊണ്ടാണ് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുക. മദർ തെരേസയെക്കുറിച്ച് പറയുന്നുണ്ട്, കൽക്കത്തയിലെ ആദ്യ കാലഘട്ടങ്ങൾ ലോകത്തിൻ്റെ സ്നേഹമാലാഖയായ അമ്മയ്ക്ക് അതീവ ദുഷ്കരമായിരുന്നു. ജനം ഭ്രാന്തിളകിയെന്ന വണ്ണം അവർക്ക് നേരെയും കല്ലുകൾ ഉയർത്തുന്നുണ്ട്. അമ്മയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തധികാരത്തിലാണ് കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നത്? നീ ആര് പറഞ്ഞിട്ടാണ് തെരുവിലുറങ്ങുന്ന പാവപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്? നീ ആരുടെ കൽപ്പന കേട്ടിട്ടാണ് തെരുവോരങ്ങളിൽ കറുത്ത പന്നികൾക്കൊപ്പം കളിക്കുന്ന കറുത്ത തെരുവിൻ്റെ മക്കളെ നീ വെള്ളമൊഴിച്ച് ശുദ്ധിയാക്കി വെളുത്ത കുഞ്ഞുങ്ങളാക്കി മാറ്റുന്നത്? കൈ ചൂണ്ടുമ്പോഴൊക്കെയും ക്രിസ്തുവിൻ്റെ സ്നേഹച്ചിരിയോടുകൂടി അവയെ നേരിടുന്ന മദർ തെരേസയെ നമുക്ക് കാണാം. ചുറ്റുപാടും ഇങ്ങനെ നന്മയ്ക്ക് നേരെ, ക്രിസ്തുവിന് നേരെ ഇന്നും കൈകളിലിങ്ങനെ കല്ലെടുത്ത് പിടിച്ചെറിയാനൊരുങ്ങുന്നവരുണ്ടെന്നേ. സ്റ്റാൻ സ്വാമിയെ നമുക്കറിയാം. ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിച്ചുപോയ, തടവറകളിൽ മരിച്ചുപോയ ഒരു സന്യാസ ശ്രേഷ്ഠൻ. അദ്ദേഹവും ചോദിക്കുന്നില്ലേ, ഏത് നിയമത്തിൻ്റെ പേരിലാണ്? ഞാൻ ക്രിസ്തുവിൻ്റെ നിയമം ഈ ലോകത്തിനോട് പറഞ്ഞപ്പോൾ നീ ഏതു നിയമത്തിൻ്റെ പേരിലാണ് എന്നെ തടവറയിലാക്കിയത്? നന്മകൾക്ക് നേരെ കല്ലുയർത്തുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ ഇങ്ങനെ പെറ്റുപെരുകുന്നത് നിങ്ങൾ കാണാതിരിക്കരുത്. ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ: നിൻ്റെ കയ്യിലും നന്മക്കെതിരെ ഉയരുന്ന കയ്യിൽ കല്ലുണ്ടോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.